ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോർക്കുളം പഞ്ചായത്ത് വികസന കൺവെൻഷൻ നടത്തി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KM നാരായണന്റെ അധ്യക്ഷതയിൽ പാറേമ്പാടം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന വികസന കൺവെൻഷൻ MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. SSST കമ്മീഷൻ അംഗം TK വാസു, CPIM കുന്നംകുളം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PM സോമൻ, CG രഘുനാഥ്, പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ജിഷ ശശി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. കാണാതായ യുവതിയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ വരവൂർ പിലാക്കാട് സ്വദേശി 24 വയസ്സുള്ള ഗ്രീഷ്മയെയാണ് വരവൂർ മഞ്ഞച്ചിറക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യുവതിയെ ഞായറാഴ്ച മുതൽ കാണാനില്ലായിരുന്നു. ഇതേ തുടർന്ന് ബന്ധുക്കൾ ചെറുതുരുത്തി പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസിന്റെ നേതൃത്വത്തിൽ യുവതിക്കായി തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് തിങ്കളാഴ്ച വൈകിട്ട് വരവൂർ മഞ്ഞച്ചിറക്കുളത്തിൽ യുവതിയുടെ ചെരുപ്പും ബാഗും കണ്ടത്. വടക്കാഞ്ചേരി ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ കുളത്തിൽ നടത്തിയ പരിശോധനയിലാണ് രാത്രി 8 മണിയോടെ മൃതദേഹം കണ്ടെത്തിയത്. പുറത്തെടുത്ത മൃതദേഹം തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ചെറുതുരുത്തി എരുമപ്പെട്ടി CIമാരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. പാരാമെഡിക്കൽ വിദ്യാർത്ഥിനിയാണ് മരിച്ച ഗ്രീഷ്മ. സംഭവത്തിൽ ചെറുതുരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചാലിശ്ശേരിയിൽ NSS വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം തെങ്ങോലമടയിൽ തൊഴിൽ പരിശീലനവും വേറിട്ട കാഴ്ചയായി. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ ഗ്രാമീണ പൈതൃകത്തിന്റെ ഭാഗമായി തെങ്ങോലമടയിൽ തൊഴിൽ പരിശീലന ക്യാമ്പ് നടത്തി. പഠനവും തൊഴിലും പൈതൃകവും പുതുമയും കൈപുണ്യവും കരുത്തും സംരക്ഷിച്ച് ഓലമടയിൽ വിദ്യാർത്ഥികൾ സ്വന്തമായി പരീക്ഷിച്ച് അനുഭവമാക്കി. ആദ്യകാലങ്ങളിൽ വീടുകളുടെ മേൽക്കൂരയിൽ തണലും വയലുകളിൽ കുടിലുകളായി കർഷകന്റെ ജീവിതത്തിൽ കൃഷിയിടത്തിന്റെ കരുത്തുമായിരുന്നു തെങ്ങോലകൾ. +2 പഠന ക്ലാസ്സിലെ അറിവിന്റെ പുസ്തകങ്ങൾക്കൊപ്പം പാരമ്പര്യ തൊഴിൽ രീതികൾ പുതുതലമുറയ്ക്ക് വളർത്തിയെടുക്കുവാൻ ലക്ഷ്യമിട്ടാണ് സ്വയം തെങ്ങോലമടഞ്ഞ NSS വളണ്ടിയർമാർ 2 ദിവസം ഓലമടയിൽ പരിശീലനത്തിന്റെ പുതിയ അധ്യായം തുറന്നത്. കർഷകനും ചങ്ങാത്തം പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റ് സതീഷ് തെങ്ങോലകൾ എത്തിച്ചു നൽകി. ആദ്യമായി ഓലകൾ മെടയുന്നത് ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും വിദ്യാർത്ഥികൾ സ്വന്തം കൈകളാൽ ഓലമെടയിൽ എളുപ്പമായെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. മെടഞ്ഞ ഓലകൾ കൊണ്ട് തനതിടം നവീകരണവും നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സജീന ഷുക്കൂർ ദ്വിദിന പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. 2 വർഷം കൊണ്ട് ഗ്രാമത്തിന്റെ കാർഷിക സമ്പത്തായ തെങ്ങ്, കവുങ്ങ് എന്നിവയുടെ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗപ്പെടുത്തി വിവിധ തൊഴിൽ പരിശീലനമാണ് ലക്ഷ്യമെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. അധ്യാപകരായ ജ്യോതി, രാധിക, NSS പ്രോഗ്രാം ഓഫീസർ TP രമ്യ, NSS ലീഡർമാർ എന്നിവർ നേതൃത്വം നൽകി. പെരുന്നാളിന്റെയും പൂരങ്ങളുടെയും നാടായ പഴഞ്ഞിയുടെ ഗ്രാമഭംഗിയിലേക്ക് ആധുനികതയുടെ സൗന്ദര്യവുമായി മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. ആഘോഷങ്ങളെ മറക്കാത്ത ഓർമ്മകളാക്കാൻ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒത്തുചേരാൻ ആധുനികമായ ദൃശ്യ ശബ്ദ സംവിധാനങ്ങളോടെ വിശാലമായ AC ബാങ്ക്വറ്റ് ഹാൾ. വിശ്രമിക്കാനും ഒരുങ്ങുവാനും ഫീഡിംഗ് സൗകര്യങ്ങൾക്കും മറ്റുമായി സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സൗകര്യം. രാത്രികളിലെ ഓപ്പൺ എയർ ആഘോഷങ്ങൾ കെങ്കേമമാക്കാൻ അതിമനോഹരമായ റൂഫ് ഗാർഡൻ, വിശാലമായ കാർ പാർക്കിംഗ്, ബാപ്റ്റിസം, ബെട്രതൽ സെറമണി, മെഹന്തി, ഹൽദി, ഇന്റിമേറ്റ് വെഡ്ഡിംഗ് ഫംഗ്ഷനുകൾ, കുടുംബസംഗമം, ബർത്ത്ഡേ പാർട്ടികൾ, ഗ്രൂം ടു ബി, ബ്രൈഡ് ടു ബി ആഘോഷങ്ങൾക്കും ബിസിനസ് മീറ്റിംഗുകൾക്കും ഏറ്റവും അനുയോജ്യം. മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. സെലിബ്രേറ്റ് വിത്ത് എലഗൻസ്. റോഡ് നിർമ്മാണവും പൈപ്പ് സ്ഥാപിക്കലും. പെരുമ്പിലാവ് ജംഗ്ഷനിൽ കനത്ത ഗതാഗത കുരുക്ക്. നിയന്ത്രണം ഏറ്റെടുത്ത പൊതുപ്രവർത്തകർ. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ റോഡ് നിർമ്മാണവും പൈപ്പ് സ്ഥാപിക്കലും മൂലം അക്കിക്കാവ് മുതൽ പെരുമ്പിലാവ് ജംഗ്ഷൻ വരെയുള്ള മേഖലകളിൽ കനത്ത ഗതാഗത കുരുക്ക്. ഗതാഗതം പരിഹരിക്കുന്നതിനായി പൊതുപ്രവർത്തകർ രംഗത്തെത്തി. സ്കൂൾ, ഓഫീസ് സമയങ്ങളിലാണ് പരിഹരിക്കാനാകാത്ത വിധം ജംഗ്ഷനിൽ ഗതാഗതം താറുമാറാകുന്നത്. ഏറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള പെരുമ്പിലാവിലെ സ്കൂൾ, കോളേജുകളിൽ ഇതുമൂലം വിദ്യാർത്ഥികളും അധ്യാപകരും വൈകിയാണ് എത്തുന്നത്. അത്യാഹിതം സംഭവിച്ച സമീപത്ത് സ്വകാര്യ ആശുപത്രിയിൽ നിന്നും രോഗികളുമായി പോകുന്ന ആംബുലൻസ് വാഹനങ്ങൾക്കും ഗതാഗതക്കുരുക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്നു. റോഡിന്റെ ഒരു ഭാഗത്ത് ജല അതോറിറ്റിയുടെ പൈപ്പ് സ്ഥാപിക്കൽ മൂലം മറുവശത്തെ ഒറ്റ ലൈനിലൂടെ മാത്രമാണ് ഇരുവശങ്ങളിൽ നിന്നുമുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇതുമൂലമാണ് ജംഗ്ഷനിൽ ഏറെ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത്. നിർമ്മാണ ജോലികൾ ഇഴഞ്ഞ മട്ടിലാണെന്നും വേണ്ടത്ര തൊഴിലാളികളെ വെച്ച് പൈപ്പ് സ്ഥാപിക്കൽ ജോലി ദ്രുതഗതിയിലാക്കുന്നില്ലെന്നും നാട്ടുകാർക്ക് ആക്ഷേപമുണ്ട്. ഇതുവഴിയുള്ള ഗതാഗതം സുഗമമാക്കുന്നതിനായി
രാവിലെയും വൈകിട്ടും മേഖലയിൽ വേണ്ടത്ര ട്രാഫിക് പോലീസുകാരെ നിയമിക്കുന്നതിനായി നാട്ടുകാർ ആവശ്യപ്പെട്ടു. പെരുമ്പിലാവിലെ പൊതുപ്രവർത്തകനും ടീം വെൽഫെയർ ക്യാപ്റ്റനുമായ MN സലാഫുദ്ദീൻ, കുന്നംകുളം ഫയർ ആൻഡ് ഡിഫൻസ് പോസ്റ്റ് വാർഡുമായ സജീവ് CV എന്നിവരാണ് മണിക്കൂറുകളോളം പെരുമ്പിലാവിലെ ട്രാഫിക് നിയന്ത്രണം ഏറ്റെടുത്ത് ഗതാഗതം സുഗമമാക്കിയത്. കാട്ടാക്കമ്പൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വോട്ട് ചോരി സിഗ്നേച്ചർ ക്യാമ്പയിന്റെ മണ്ഡലം തല ഉദ്ഘാടനം മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് MS മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് സെക്രട്ടറിമാരായ MA അബ്ദുൾ റഷീദ്, NK അബ്ദുൾ മജീദ്, K സോണി സക്കറിയ, SU ജില്ലാ സെക്രട്ടറി റാഷിദ് പെരുന്തുരുത്തി, മണ്ഡലം വൈസ് പ്രസിഡന്റ്മാരായ ഇക്ബാൽ ചിറയങ്കാട്, CC സക്രിയ, VK മുഹമ്മദ്, മിനി ടീച്ചർ, പ്രഭു കാഞ്ഞിരത്തിങ്കൽ, റിയാസ് ചിറക്കൽ, ജനാർദ്ദനൻ നായർ, സാംസൺ വാഴപ്പള്ളി, മുഹമ്മദ് കുട്ടി ചിറയൻകാട്, ബെന്നി പഴഞ്ഞി, ബെന്നി കേപ്പോൾ, രവി KK, ഫൈസൽ ലക്ഷംവീട്, പ്രിൻസൻ മൂലേപ്പാട്, വാസു കാഞ്ഞിരത്തിങ്കൽ, ബിജു പെങ്ങാമുക്ക് എന്നിവർ നേതൃത്വം നൽകി. കടപ്പുറം പഞ്ചായത്തിൽ ജനകീയാസൂത്രണം 2025-26 വർഷത്തെ പദ്ധതികളുടെ ഭാഗമായി കറവ പശുവിന് കാലിത്തീറ്റ പദ്ധതിയുടെയും ധാതുലവണ മിശ്രിതം പദ്ധതിയുടെയും സംയുക്ത ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത് നിർവഹിച്ചു. കടപ്പുറം പഞ്ചായത്തിനെ പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിപ്പിക്കുക, സ്വയം തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുക, വീട്ടമ്മമാരെ സ്വന്തം കാലിൽ നിൽക്കാൻ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഏകദേശം 10 ലക്ഷത്തോളം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൻസൂർ അലി അധ്യക്ഷത വഹിച്ചു. വെറ്റിനറി ഡോക്ടർ NB സെബി പദ്ധതി വിശദീകരണം നടത്തി. മെമ്പർമാരായ PM മുഹമ്മദ്, ഷീജ രാധാകൃഷ്ണൻ, ഐശ്വര്യ, ഫാമേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് RK ഇസ്മായിൽ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. മൃഗസംരക്ഷണം വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ AV അബ്ദുൾ ഗഫൂർ സ്വാഗതവും ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഫസൽ റഹ്മാൻ നന്ദിയും പറഞ്ഞു. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് വീട് ഫേർണിഷ് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനും അപ്പുറം ഒരുപാട് ഫേർണിച്ചേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ് കാസിയോ ഹോം ഡെക്കോ. ഊഞ്ഞാലുകൾ, പ്രീമിയം ആൻഡ് നോർമൽ സോഫ സെറ്റുകൾ, വെറൈറ്റി കളക്ഷൻ ഓഫ് വുഡൻ ബെഞ്ച് ആൻഡ് വുഡൻ ചെയർസ്, ചാരുകസേര, ബഡ്ജറ്റ് ഫ്രണ്ട്ലി കട്ടിലുകളും അതിനിണങ്ങിയ നോർമൽ ആൻഡ് സ്പ്രിംഗ് ബെഡുകളും, കൂടാതെ ടീപ്പോയ്, അൽമാര, ഡ്രസ്സിംഗ് ടേബിൾ, ദിവാൻ കുട്ട്, പിന്നെ ഡൈനിങ് ടേബിളിന്റെയും അതിനോടൊപ്പമുള്ള ചെയറിന്റെയും ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാസിയോ ഹോം ഡെക്കോ, കാലിക്കറ്റ്, പാറയമ്പാടം, കുന്നംകുളം. മസ്തിഷ്ക ജ്വര ഭീഷണി. ചൂണ്ടൽ പഞ്ചായത്തിലെ ക്ഷേത്രക്കുളങ്ങളിൽ പ്രവേശന വിലക്ക്. മസ്തിഷ്ക ജ്വര രോഗബാധയുണ്ടായെന്ന ആശങ്കയെ തുടർന്ന് ചൂണ്ടൽ പഞ്ചായത്തിലെ 2 ക്ഷേത്രക്കുളങ്ങളടക്കം 3 കുളങ്ങളിൽ പ്രവേശനം നിരോധിച്ചു. തായങ്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെയും പയ്യൂർക്കാവ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെയും കുളങ്ങളിലും പയ്യൂർക്കാവ് ക്ഷേത്രത്തിന് സമീപത്തെ പൊതുകുളത്തിലുമാണ് ഇനി ഒരു നിർദ്ദേശമുണ്ടാകുന്നതുവരെ പ്രവേശിക്കരുതെന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഉത്തരവിട്ടത്. ഇത് ചൂണ്ടിക്കാട്ടി കുളങ്ങൾക്ക് മുന്നിൽ ഫ്ലെക്സ് ബോർഡും വച്ചിട്ടുണ്ട്. തായങ്കാവ് മേഖലയിൽ 2 പേർക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് രോഗം ഭേദമായതായി റിപ്പോർട്ടുണ്ട്. ഇത് അമീബിക് മസ്തിഷ്ക ജ്വരമാണോ എന്നതിൽ സ്ഥിരീകരണമില്ല. സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഈയിടെ തായങ്കാവ് ക്ഷേത്രകുളത്തിന് വൻ പ്രചാരം ലഭിച്ചിരുന്നു. വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ഏറെ പേർ കുളത്തിൽ നീന്തുകയും കുളിക്കുകയും റീൽസ് ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കുളം മലിനപ്പെടുത്തുന്ന രീതിയിൽ എണ്ണ, സോപ്പ്, ഷാമ്പു തുടങ്ങിയവ ഉപയോഗിക്കുന്നത് പതിവായതായി ചൂണ്ടൽ NSS കരയോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് T ചന്ദ്രൻ പറഞ്ഞു. ക്ഷേത്രകുളം ശുദ്ധീകരിച്ച് പരിപാലിച്ച് ഭക്തരുടെ ആശങ്ക പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കരയോഗം ഭാരവാഹികൾ തായങ്കാവ് ദേവസ്വം ഓഫീസർക്ക് കത്ത് നൽകി. കുളങ്ങളിലെ വെള്ളം പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്നും ഫലം ലഭിക്കുന്നതുവരെ കരുതൽ നടപടിയെന്ന നിലയ്ക്കാണ് പ്രവേശനം വിലക്കി നോട്ടീസ് നൽകിയതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ പറഞ്ഞു. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയിലെ അംഗൻവാടികളിലേക്ക് വാട്ടർ പ്യൂരിഫയറുകൾ വിതരണോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ റഷീദ് സ്വാഗതം പറഞ്ഞു. ICDS സൂപ്പർവൈസർ ശാന്തിനി PV പദ്ധതി വിശദീകരണം നടത്തി. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ AV, വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ, മുൻ ചെയർമാനും കൗൺസിലറുമായ MR രാധാകൃഷ്ണൻ, 21ാം വാർഡ് കൗൺസിലർ രഞ്ജിത് കുമാർ എന്നിവർ ആശംസകൾ അറിയിച്ചു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ് നന്ദി രേഖപ്പെടുത്തി. ജനപ്രതിനിധികൾ, അംഗനവാടി അധ്യാപകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.
കുട്ടികൾക്ക് ശുദ്ധവും സുരക്ഷിതവുമായ കുടിവെള്ളം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗരസഭ ഈ പദ്ധതി നടപ്പിലാക്കിയത്. ജെ-കെയർ ഹോസ്പിറ്റൽ. ആരോഗ്യമുള്ള ശരീരമാണ് ഒരു തലമുറയുടെ സമ്പത്ത്. ഈ ദേശത്തിന്റെ ആരോഗ്യ പരിപാലനത്തിന് ആവശ്യമായ സേവനങ്ങൾ നിറവേറ്റുന്നതിന് കയ്യെത്തും ദൂരത്ത് കരുതലോടെ ഡോക്ടറുണ്ട്. ഞങ്ങളുടെ സേവനങ്ങൾ 24/7 ഡോക്ടർ സേവനം, 24/7 മണിക്കൂർ ഫാർമസി തുറന്ന് പ്രവർത്തിക്കുന്നു, 24/7 ലാബ് സേവനം, സ്പെഷ്യലിസ്റ്റ്, ജനറൽ മെഡിസിൻ, ENT വിഭാഗം, സ്ത്രീരോഗ വിഭാഗം, കുട്ടികളുടെ വിഭാഗം, ത്വക്ക് രോഗ വിഭാഗം, എല്ല് രോഗ വിഭാഗം തുടങ്ങിയവരുടെ സേവനം. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് 25/8/25 മുതൽ 25/9/25 വരെ ഒരു മാസത്തേക്ക് കംപ്ലീറ്റ് ബ്ലഡ് ചെക്കപ്പ്, ഷുഗർ ടെസ്റ്റ്, PPBS എന്നീ ടെസ്റ്റുകൾ തികച്ചും സൗജന്യമായിരിക്കും. നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ പ്രതിബദ്ധത. വിസിറ്റേഴ്സ് ജെ-കെയർ ഹോസ്പിറ്റൽ, മിൽട്ടൺ ടവർ, ജെറുസലേം, പഴഞ്ഞി. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം വട്ടമാവ് കമ്മ്യൂണിറ്റി ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PI രാജേന്ദ്രൻ നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജയകുമാർ പൂളയ്ക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TS മണികണ്ഠൻ സ്വാഗതം പറഞ്ഞു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പ്രഭാത് മുല്ലപ്പള്ളി, പഞ്ചായത്ത് മെമ്പർ ശ്രീമതി നിർമ്മല എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. യോഗ ട്രെയിനർ ശ്രീമതി പ്രിയ നന്ദി പറഞ്ഞു. ആയുർവേദ ഡിസ്പെൻസറിയിൽ വെച്ച് ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ ആയുർവേദം എന്ന വിഷയത്തിൽ ഡോക്ടർ TS മണികണ്ഠൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. തുടർന്ന് പ്രമേഹം, രക്തസമ്മർദ്ദം, അമിതവണ്ണം, കൊളസ്ട്രോൾ, അനീമിയ എന്നിവയ്ക്കായി പ്രത്യേക OPയും നടന്നു. ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. വിശേഷാൽ പൂജകൾ, അഭിഷേകങ്ങൾ, നിറമാല, ചുറ്റുവിളക്ക് എന്നിവ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ നടക്കും. കൂടാതെ വാദ്യവിശേഷങ്ങളായ കേളി, തായമ്പക നാദസ്വരം, വിവിധ കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരിക്കും. ആദ്യ ദിവസങ്ങളായ തിങ്കളാഴ്ച രാവിലെ ദേവീ സ്തുതികൾക്കു ശേഷം ശ്രീ രാധാകൃഷ്ണ അയ്യർ, PV നാരായണൻ എന്നിവരുടെ അഷ്ടപതിയുണ്ടായിരുന്നു. വൈകിട്ട് വാദ്യകലാകാരൻ ചൊവ്വല്ലൂർ സുനിലിന്റെ ശിഷ്യന്മാരായ സഞ്ജയ്, ദേവർഷ്, നവനീത്, ദീക്ഷിത്, വൈഗ എന്നിവർ ചേർന്ന് തായമ്പകയുമുണ്ടായി. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ്, NVKM & Sons, ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ്, കുന്നംകുളം. ഫോൺ 9446 145776, 9446 145778.